Hello my dear children, welcome to our English classroom. Today we are going to learn the second unit of 7th standard, Tales and Tunes. കഥകളാണ് ഇതിനകത്ത്. കഥകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. എങ്ങനെ കഥ എഴുതാം, അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്, അതിൻ്റെ എൻഡിങ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പഠിക്കാനുണ്ട്. കുറേ അധികം ആക്ടിവിറ്റീസ് ഉണ്ട്, പോയമുണ്ട്, ഒരു സ്റ്റോറി പഠിക്കാനുണ്ട്, ഒത്തിരി ആക്ടിവിറ്റീസൊക്കെ ഉള്ള ഒരു ലോങ് ആയിട്ടുള്ളൊരു യൂണിറ്റാണിത്. അതിൻ്റെ തുടക്കത്തിൽ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നു അല്ലേ, നിങ്ങൾക്ക് കാണാം. അതിൻ്റെ അകത്ത് ധാരാളം ആനിമൽസിനെ കാണാം അല്ലേ. ഓക്കെ, ഏതൊക്കെ ആനിമൽസ് ആണെന്ന് നോക്കിയിട്ട് നോട്ട്ബുക്കിലേക്ക് എഴുതണം. നിങ്ങൾ മോണിറ്ററിൽ നോക്കിയിരിക്കാതെ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിരിക്കുക. ഓപ്പൺ ടു പേജ് 36 നോക്കാം. ലെറ്റ്സ് റീഡ് എന്നുള്ള ഭാഗം മുതൽ നോക്കാം. Read what Vimal's grandmother has to tell him about stories. നോക്കിക്കുക, ആ പിക്ചർ നോക്കിക്കേ. ഒരു ഗ്രാൻഡ് മദറും ഒരു മോനും കൂടി അവിടെ ഇരിക്കുന്നുണ്ടല്ലേ. എന്താണ് ഈ മുത്തശ്ശി മകനോട് പറയുന്നത്, അതാണ് ഇവിടെ നമുക്ക് എഴുതിയിരിക്കുന്നത്. നോക്കാം. വിമൽ ഈസ് എ ലക്കി ബോയ്. ഹി ഹാസ് എ ഗ്രാൻഡ് മദർ ഹു ടെൽസ് ഹിം ലോട്ട്സ് ഓഫ് സ്റ്റോറീസ്. അപ്പോൾ വിമലിൻ്റെ ഗ്രാൻഡ് മദർ എന്ത് പറയാറുണ്ട്? ഹു ടെൽസ് ഹിം ലോട്ട്സ് ഓഫ് സ്റ്റോറീസ്. എവറി നൈറ്റ് അറ്റ് ബെഡ് ടൈം ദർ ഇസ് എ സ്റ്റോറി ഫോർ ഹിം. രാത്രി സമയത്ത് അല്ല, എവറി നൈറ്റ് അറ്റ് ബെഡ് ടൈം. എപ്പോഴാണ് പറയാറ് കഥ? ബെഡ് ടൈമിൽ. അറ്റ് ബെഡ് ടൈം ദർ ഇസ് എ സ്റ്റോറി ഫോർ ഹിം. വാട്ട് ഫാൻറ്റാസ്റ്റിക് സ്റ്റോറീസ് ഗ്രാൻഡ് മദർ ഹാസ് ടോൾഡ് വിമൽ. Stories of animals and birds, of clever and senseless people, of magic and music, stars and sages, and many more. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കഥകൾ മുത്തശ്ശി കുട്ടിയോട് പറയാറുണ്ട്. വായിച്ചു നോക്കണം, ഒന്നുകൂടി ആ പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഓക്കെ. One day, Vimal asked his grandmother if stories grew on trees. She laughed and said, "No, not on trees." Then where do we get the stories from? Vimal asked. എന്താ ചോദിക്കുന്നത് വിമൽ? Asked his grandmother if stories grew on trees. മരത്തേലല്ലേ, ട്രീസിൽ സ്റ്റോറീസ് വളരുന്നുണ്ടെങ്കിൽ. ഷീ ലാഫ്ഡ് ആൻഡ് സെഡ്, നോ, നോട്ട് ഓൺ ട്രീസ്. ദെൻ വേർ ഡു വി ഗെറ്റ് ദ സ്റ്റോറീസ് ഫ്രം? എന്താ വിമൽ ചോദിച്ചു, എവിടെ നിന്നാണ് സ്റ്റോറി കിട്ടിയത്? എന്താ മറുപടി? എന്താ? ഐ ഗോട്ട് ദം ഫ്രം മൈ ഗ്രാൻഡ് മദർ. ഐ ഇൻ ടേൺ ടെൽ യു. എനിക്ക് എൻ്റെ മുത്തശ്ശിയിൽ നിന്ന് കിട്ടിയതാണ്, ഞാൻ പിന്നീട് നിന്നോട് പറയുന്നു. വിമൽ, റിമെമ്പർ ടു ടെൽ യുവർ ഫ്രണ്ട്സ് ദീസ് സ്റ്റോറീസ്. ആർക്ക് നീ പറഞ്ഞു കൊടുക്കണം? റിമെമ്പർ ടു ടെൽ യുവർ ഫ്രണ്ട്സ് ദീസ് സ്റ്റോറീസ് സോ ദാറ്റ് ദേ ക്യാൻ ഓൾസോ എൻജോയ് ദം. ബട്ട് വിമൽ സെഡ്, നോ, ഐ ഡോണ്ട് വാണ്ട് ടു ടെൽ ദം എനി ഓഫ് ദീസ് സ്റ്റോറീസ്. ദേ ആർ മൈ സ്റ്റോറീസ്, മൈ ട്രഷർ. എൻ്റെ സ്റ്റോറീസാണത്, ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ദേ ആർ മൈ സ്റ്റോറീസ്, മൈ ട്രഷർ, എൻ്റെ നിധിയാണത്. ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് ദം എവേ. ഡോണ്ട് ബി സില്ലി മൈ ബോയ്. സ്റ്റോറീസ് ആർ മെൻറ്റ് ടു ബി ടോൾഡ്. കഥകൾ എന്തിനാണ്? പറയാനുള്ളതാണ്. ലിസൺ ആൻഡ് ടെൽ. ദാറ്റ് ഈസ് എ ലോ ഓഫ് ദ സ്റ്റോറി കിങ്ഡം. സ്റ്റോറി കിങ്ഡത്തിൻ്റെ ലോ അതാണ്, കേൾക്കാനും പറയാനുള്ളതാണ്. ഹിസ് ഗ്രാൻഡ് മദർ സെഡ്. ഓക്കെ, പിക്ചറൊക്കെ നോക്കുക, എന്നിട്ട് ഈ ഭാഗം ഒന്ന് വായിച്ച് നോക്കുക. കഥകൾ എന്തിനാണ് എന്ന് നമുക്ക് മനസ്സിലായി. എന്തിനാണ് കഥകൾ? ലിസൺ ആൻഡ് ടെൽ, കേൾക്കാനും പറയാനുള്ളതാണ്. നിങ്ങളുടെ മുത്തശ്ശിമാരൊക്കെ നിങ്ങൾക്ക് കഥകൾ പറഞ്ഞു തന്നിട്ടില്ലേ? ധാരാളം കഥകൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഓർമ്മയുണ്ടോ അതൊക്കെ? നെക്സ്റ്റ് പേജിൽ ഈസോപ്പ് ഫേബിൾസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹാവ് യു ഹേർഡ് ഓഫ് ദ ഫേമസ് സ്റ്റോറി ടെല്ലർ ഈസോപ്പ്? കേട്ടിട്ടുണ്ടോ? ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലറാണ് ഈസോപ്പ്. ഈസോപ്പ് കഥകൾ നിങ്ങൾ ലൈബ്രറി പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? ലൈബ്രറിയിലുണ്ടല്ലോ പുസ്തകങ്ങളൊക്കെ, വായിച്ചിട്ടുണ്ടാവും. ഹി വാസ് എ ഗ്രീക്ക് സ്ലേവ് ഹു ലിവ്ഡ് ഇൻ 600 BC. ഗ്രീക്ക് സ്ലേവാണ്, ഗ്രീക്ക് അടിമയാണ്, ഹൂസ് ലിവ്ഡ് ഇൻ 600 BC. ഈസോപ്പ് ഡിഡ് നോട്ട് ഇൻ ഫാക്ട് റൈറ്റ് ദ ഫേബിൾസ് ഹി ടോൾഡ്. They have been orally passed on from generation to generation. In fact, സത്യത്തിൽ he did not write the fables, അല്ലേ? എന്ത് എഴുതിയിട്ടില്ല. ബട്ട് they have been orally passed on from generation to generation. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകർന്നു കൊടുത്തിട്ടുണ്ട്, orally, അല്ലേ? They still live in the minds of people. ഇന്നും ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഇവിടെ ഒരു ഈസോ ഫേബിൾ കൊടുത്തിരിക്കുന്നു. എന്താണ് ഒരു ഫേബിൾ? എ ഫാബിൾ, റൈറ്റ് സൈഡിൽ കണ്ടില്ലേ? എ ഫാബിൾ ഈസ് എ ട്രഡീഷണൽ ഷോർട്ട് സ്റ്റോറി ദാറ്റ് ടീച്ചേഴ്സ് എ മോറൽ, എസ്പെഷ്യലി വൺ വിത്ത് ആനിമൽസ് ആസ് ക്യാരക്ടേഴ്സ്. ട്രഡീഷണൽ ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറിയാണ് ദാറ്റ് ടീച്ചേഴ്സ് എ മോറൽ. നമ്മളെ ഒരു ഗുണപാഠം പഠിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ടീച്ചേഴ്സ്
എന്ത് പഠിപ്പിക്കുന്നു? എ മോറൽ. ഗുണപാഠ കഥകളെന്ന് മലയാളത്തിൽ പറയാം. ഇനി അതിലുള്ളൊരു പ്രത്യേകത, മിക്കവാറും കഥകളിൽ ആനിമൽസ് ആയിരിക്കും ക്യാരക്ടേഴ്സ്. എല്ലാ കഥകളിലും ഉണ്ടാവണമെന്നില്ല, പക്ഷേ എസ്പെഷ്യലി വൺ വിത്ത് ആനിമൽസ് ആസ് ക്യാരക്ടേഴ്സ്. ഇവിടെ ഒരു ഈസോ ഫേബിൾ കൊടുത്തിരിക്കുന്നു, നോക്കാം. എ റിച്ച് വോയേജർ ഫ്രം ഏതൻസ് വാസ് ഓൺ എ വോയേജ് വിത്ത് 2 കമ്പാനിയൻസ്. വോയേജർ എന്ന് പറഞ്ഞാൽ സമുദ്രയാത്ര നടത്തുന്ന ആളിനെയാണ്, സമുദ്രയാത്രക്കാരനെയാണ്, കപ്പലോട്ടക്കാരനെയാണ് വോയേജർ എന്ന് പറയുന്നത്. എ റിച്ച് വോയേജർ ഫ്രം ഏതൻസ് വാസ് ഓൺ എ വോയേജ് വിത്ത് 2 കമ്പാനിയൻസ്. ആരാണ് കൂടെയുള്ളത്? 2 കമ്പനി അല്ലേ, 2 കൂട്ടുകാരുണ്ട്. വാസ് ഓൺ എ വോയേജ്, ഒരു സമുദ്രയാത്രയിലാണ്. ഇൻ ദ കോഴ്സ് ഓഫ് ദെയർ വോയേജ്, അവരുടെ യാത്രയുടെ ഇടയിൽ, ഇൻ ദ കോഴ്സ് ഓഫ് ദെയർ വോയേജ് എ വയലൻറ്റ് സ്റ്റോം ബ്ലൂ അപ്പ് ആൻഡ് ക്യാപ്സൈസ്ഡ് ദ ഷിപ്പ്. എന്ത് സംഭവിച്ചു? എ വയലൻറ്റ് സ്റ്റോം, കൊടുങ്കാറ്റ് അല്ലേ, വയലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോം ബ്ലൂ അപ്പ് ആൻഡ് ക്യാപ്സൈസ്ഡ് ദ ഷിപ്പ്. ദ കമ്പാനിയൻസ് ട്രൈഡ് ടു സ്വിം അഷോർ. കമ്പാനിയൻസ് എന്ത് ചെയ്തു അപ്പോൾ? ട്രൈഡ് ടു സ്വിം അഷോർ, തീരത്തേക്ക്, അഷോർ സ്വിം ചെയ്യാൻ തുടങ്ങി. ബട്ട് ദ റിച്ച് വോയേജർ കെപ്റ്റ് കോളിംഗ് ഓൺ അഥേന. പക്ഷേ ഈ റിച്ച് വോയേജർ എന്ത് ചെയ്തു? ആരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്? അഥേന, ദ ഗോഡസ് ഓഫ് ഏതൻസ്, ഏതൻസിൻ്റെ ദേവതയായ അഥേനയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് പ്രോമിസ്ഡ് ഹെർ ലാവിഷ് ഓഫറിങ്സ് ഇഫ് ഹി എസ്കേപ്ഡ്. രക്ഷപ്പെട്ടാൽ ഞാൻ കുറേ ഓഫറിങ്സ് തരാം, ലാവിഷായിട്ട് ഉള്ള ഓഫറിങ്സ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രോമിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അതിനോടൊപ്പം ധാരാളം പ്രോമിസും കൊടുക്കുന്നുണ്ട്. രക്ഷപ്പെട്ടാൽ ഞാൻ അത് തരാം, ഇത് തരാം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. വൺ ഓഫ് ഹിസ് ഷിപ്പ്‌റെക്ക്ഡ് കമ്പാനിയൻസ് ആസ് ഹി സ്വാം പാസ്റ്റ് ഷൗട്ടഡ് ടു ഹിം. ഓക്കെ, ഇവിടെ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൂട്ടുകാരിൽ ഒരാൾ എന്താണ് ചെയ്യുന്നത്? ആസ് ഹി സ്വിം പാസ്റ്റ് ഷൗട്ടഡ് ടു ഹിം, അവനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഡോണ്ട് ലീവ് ഇറ്റ് ഓൾ ടു അഥേന, യൂസ് യുവർ റാംസ് ആസ് വെൽ. എല്ലാം അഥേനയ്ക്ക് വിട്ടുകൊടുക്കല്ല, നിൻ്റെ കൈയും കൂടി നീ ഉപയോഗിക്കൂ. യൂസ് യുവർ റാംസ് ആസ് വെൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പിന്നെ വെള്ളത്തിലകപ്പെട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചിരുന്നാൽ മാത്രം മതിയോ? എന്ത് ചെയ്യണം? നീന്താൻ ശ്രമിക്കണ്ടേ അല്ലേ? അപ്പോൾ യൂസ് യുവർ റാംസ് ആസ് വെൽ. ഇതിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് നിങ്ങൾക്ക് കിട്ടിയത്? നെക്സ്റ്റ് പേജ് എടുക്കുന്നതിന് മുൻപ് നമുക്ക് 3 വേർഡ്സ് എഴുതാനുണ്ട്. വോയേജർ, ക്യാപ്സൈസ്ഡ്, ഷിപ്പ്‌റെക്ക്ഡ്. ആ 3 നമ്മുടെ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതി വയ്ക്കാം. വോയേജർ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ക്യാപ്സൈസ്ഡ് എന്ന് പറഞ്ഞാൽ മറിയുക. ഷിപ്പ്‌റെക്ക്ഡ്, കപ്പലിന് അപകടം സംഭവിക്കുന്നതിനാണ് ഷിപ്പ്‌റെക്ക്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് മോറലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലായോ? വാട്ട് മെസ്സേജ് ഡസ് ദ ഫേബിൾ കൺവേ? ഓക്കെ, നെക്സ്റ്റ് പേജ് എടുക്കാം. അവിടെ ഒന്ന് നോക്കാം നമുക്ക് എന്താണ് അടുത്ത ആക്ടിവിറ്റി എന്ന്. ഗിവൺ ബിലോ ആർ സം പ്രൊവേർബ്സ് ആൻഡ് സേയിങ്സ്. വിച്ച് ഓഫ് ദീസ് ക്യാൻ ബി ടേക്കൺ ആസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? വൈ? ഇവിടെ 4 പ്രൊവേർബ്സ് കൊടുത്തിരിക്കുന്നു. അതിൽ ഏതാണ് നമ്മുടെ ഇപ്പം നമ്മൾ വായിച്ച സ്റ്റോറിയുടെ മോറലായി വരുന്നത്? ഏതാണ് കൂടുതൽ അനുയോജ്യമെന്ന് നോക്കാം. ഡോണ്ട് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ്പ് ദംസെൽവ്സ്. ദ ഏർലി ബേർഡ് ക്യാച്ചസ് ദ worm. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. കഥ നമുക്ക് ഓർമ്മയുണ്ടല്ലേ? ഡോണ്ട് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. തൂകിപ്പോയ പാലിനെ ഓർത്ത് കരയരുത്. ഗോഡ് ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്പ് ദംസെൽവ്സ്. നമ്മുടെ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മളെ സഹായിക്കും അല്ലേ? ഗോഡ് ഹെൽപ്സ്, ആരെ ദൈവം സഹായിക്കുന്നത്? ദോസ് ഹൂ ഹെൽപ്പ് ദംസെൽവ്സ്. സ്വന്തം കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് ദൈവം നമ്മളെ സഹായിക്കുന്നത്. ദ ഏർലി ബേർഡ് ക്യാച്ചസ് ദ worm. എപ്പോൾ പോയാലേ തീറ്റ കിട്ടുകയുള്ളൂ? നേരത്തെ പോകണം അല്ലേ? ദ ഏർലി ബേർഡ്, രാവിലെ പോണ ബേർഡിനെ പുഴുക്കളെ കിട്ടുള്ളൂ. ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, അത് നമ്മൾ പറയാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് ചേരുന്നത്? സെക്കൻഡ് വൺ അല്ലേ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ? ഗോഡ് ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്പ് ദംസെൽവ്സ്. ഓക്കെ, എന്തുകൊണ്ടാണ് അത് എടുത്തത്? വൈ? അത് നിങ്ങൾ എഴുതുക. എന്താണ് അതിൻ്റെ റീസൺ? എന്താണ് ഇവിടെ? ആരാണ് ഉപദേശം കൊടുക്കുന്നത്? റിച്ച് വോയേജർക്ക് ആരോ ഉപദേശം കൊടുക്കുന്നത്? കൂടെയുള്ള ഒരു കമ്പാനിയൻ. എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത്? എന്ത് അഡ്വൈസാണ് കൊടുക്കുന്നത്? എഴുതുക. ലുക്ക് അറ്റ് ദ പ്രൊവേർബ്സ് ഗിവൻ ബിലോ. വാട്ട് മെസ്സേജ് ഡു ദേ കൺവേ? ഡിസ്കസ്. എന്നിട്ട് ബി പാർട്ട് എന്താ? എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. നമുക്കറിയുന്നതാണ്. ആവശ്യത്തിൽ നമ്മളെ സഹായിക്കുന്ന ആളാണ് യഥാർത്ഥ സ്നേഹിതൻ. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ഗോഡ് ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്പ് ദംസെൽവ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രൊവേർബ്സ് എല്ലാം തന്നെ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കണം.
അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണം. ആ പ്രൊവേർബ്സ് എഴുതി വെക്കണം, കുറേ പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കാൻ വേണം. Now match each of the proverbs on the left with its meaning on the right. The first one is done for you. Proverb meaning 2 കോളം അവിടെ കാണാം അല്ലേ. A bird in the hand is worth 2 in the bush. Don't take the chance of losing something you have in search of something better. A bird in the hand is worth 2 in the bush. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ബേർഡ് നമ്മുടെ കയ്യിലുള്ളൂ, പക്ഷേ അത് എന്തിനേക്കാട്ടും വിലയുള്ളതാണ്? ചെടിയിലിരിക്കുന്ന 2 എണ്ണത്തിനെക്കാട്ടും വിലയുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ആ പ്രൊവേർബിൻ്റെ പഴഞ്ചൊല്ലിൻ്റെ മീനിങ് ഡോണ്ട് ടേക്ക് ദ ചാൻസ് ഓഫ് ലോസിങ് സംതിങ് യു ഹാവ് ഇൻ സെർച്ച് ഓഫ് സംതിങ് ബെറ്റർ. നല്ലതിന് വേണ്ടി പോകുമ്പോൾ ഈ ഉള്ളത് കളഞ്ഞിട്ട് പോകരുത് അല്ലേ. അക്കരെ പച്ച നമ്മൾ പറയും. നമുക്ക് നോക്കുമ്പോൾ അക്കരെ നല്ലതാണെന്ന് തോന്നും. അപ്പോൾ നമ്മൾ ഇവിടെ ഉള്ളത് കളഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോയാൽ 2ഉം പോയി കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും അല്ലേ? അതിനാണ് ആ ഒരു പ്രൊവേർബ് ഉപയോഗിക്കുന്നത്. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ. സെക്കൻഡ് വൺ ഏതാണെന്ന് എല്ലാം ഒന്ന് വായിച്ച് നോക്കാം പ്രൊവേർബ്, എന്നിട്ട് റൈറ്റ് സൈഡിൽ ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. ദ പ്രൂഫ് ഓഫ് ദ പുഡിംഗ് ഈസ് ഇൻ ദ ഈറ്റിംഗ്. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്സ്. ഓക്കെ, റൈറ്റ് സൈഡിൽ യു കാൺ ബി ഷുവർ അബൌട്ട് സംതിങ് അണ്ടിൽ യു ട്രൈ ഇറ്റ്. നിങ്ങൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് ഉറപ്പുണ്ടാവില്ല. അബൌട്ട് സംതിങ് അണ്ടിൽ യു ട്രൈ ഇറ്റ്. നിങ്ങളത് ശ്രമിക്കുന്നത് വരെ നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് ഉറപ്പുണ്ടാവില്ല. ഓക്കെ, സെക്കൻഡ് വൺ, ഇഫ് യു ഈറ്റ് ദ റൈറ്റ് ഫുഡ് യു വിൽ ബി ഹെൽത്തി. കറക്റ്റായിട്ടുള്ള ഫുഡാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിരിക്കും. വൺ ഗുഡ് പേഴ്സൺ ക്യാൻ ഗെറ്റ് ദ ജോബ് ഡൺ ക്വിക്കർ. വൺ ഗുഡ് പേഴ്സൺ ക്യാൻ ഗെറ്റ് ദ ജോബ് ഡൺ ക്വിക്കർ. Don't put off doing or dealing with something or else it will become worse and cause extra work. Don't put off doing or dealing with something or else it will become worse and cause extra work. കാര്യങ്ങൾ മാറ്റി വയ്ക്കരുത്. പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് കാര്യങ്ങൾ മാറ്റി വയ്ക്കരുത്. മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതൊന്നുകൂടി വഷളാവുകയുള്ളൂ അല്ലേ. അല്ലെങ്കിൽ അത് കൂടുതൽ പണി നമുക്ക് കൊണ്ടുവന്ന് തരും. ഓക്കെ, ഇനിയും നിങ്ങൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒന്നുകൂടി വായിച്ച് നോക്കുക, എന്നിട്ട് ഏതാണ് കറക്റ്റ് വരുന്നത്. ആൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ അവേ. സെക്കൻഡ് വൺ എന്തായിരിക്കും അത്? ഇഫ് യു ഈറ്റ് ദ റൈറ്റ് ഫുഡ് യു വിൽ ബി ഹെൽത്തി. നിങ്ങൾ കറക്റ്റ് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഉണ്ടായിരിക്കും. എ സ്റ്റിച്ച് ഇൻ ടൈം സേവ്സ് 9. Don't put off doing or dealing with something or else it will become worse and cause extra work. The proof of the pudding is in the eating. പുഡിങ് തിന്ന് നോക്കിയാലല്ല അതിൻ്റെ കറക്റ്റ് അറിയുള്ളൂ. ദ പ്രൂഫ് ഓഫ് ദ പുഡിങ് ഈസ് ഇൻ ദ ഈറ്റിംഗ്. യു കാൺ ബി ഷുവർ അബൌട്ട് സംതിങ് അണ്ടിൽ യു ട്രൈ ഇറ്റ്. ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത്സ്. കുറേ നേരം നമ്മൾ കുക്ക് ചെയ്താൽ സൂപ്പ് നശിച്ചു പോകും. അതതിൻ്റെ മീനിങ്. വൺ ഗുഡ് പേഴ്സൺ ക്യാൻ ഗെറ്റ് ദ ജോബ് ഡൺ ക്വിക്കർ. ഗുഡ് പേഴ്സൺ ക്യാൻ ഗെറ്റ് ദ ജോബ് ഡൺ ക്വിക്കർ. വേഗത്തിൽ അവൻ്റെ പണിയൊക്കെ തീർക്കും അല്ലേ. വൺ ഗുഡ് പേഴ്സൺ ക്യാൻ ഗെറ്റ് ദ ജോബ് ഡൺ ക്വിക്കർ. അപ്പോൾ പ്രൊവേർബും അതിൻ്റെ മീനിങ് മനസ്സിലായി. സി പാർട്ട് എന്താ? യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു വിസിറ്റ് ദ വെബ്സൈറ്റ് Aesop Fables and read the stories. Match them with the morals they convey. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സ്റ്റോറീസൊക്കെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ഈ സ്റ്റോറീസൊക്കെ ഈസോപ്പ് ഫേബിൾസ് ആയിരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ മോറൽ എന്താണെന്ന് കണ്ടിട്ട് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതായിട്ട് തന്നെ അങ്ങ് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി. എന്നിട്ട് അത് കേട്ടതിന് ശേഷം ഫസ്റ്റ് അത് കേട്ടതിന് ശേഷം അതിൻ്റെ മോറൽ ഏതാണെന്ന് നിങ്ങളിതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ.